ഞാൻ പാർട്ടി ലൈൻ വിട്ടു എന്ന് ആരാ പറഞ്ഞിരിക്കുന്നതാണ് ചോദ്യം. അതുപോലെ തന്നെ ആ ഒരേ ആഴ്ച എനിക്കറിയാം വേറെ വിവാദം ജനങ്ങൾ ഉണ്ടാക്കിയത് ഞാൻ മോദിയെ പ്രേസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിഞ്ഞു ഞാൻ ആ വേദി ഇരിക്കണ്ടായിരുന്നു, ആ സദസ്സിൽ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പ്രസംഗത്തെ കണ്ടു, അതിനെക്കുറിച്ച് 2 വാചകം എഴുതി എന്താ അദ്ദേഹം പറഞ്ഞതെന്ന്. ഞാൻ എവിടെയാണ് അദ്ദേഹത്തിനെ പോർത്തിയത്, എവിടെയാണ് അതിലൊരു പ്രൈസ് കൊടുത്തത് ഞാൻ തന്നെ ആൾക്കാരോട് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ. നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു. ഞാൻ നമ്മുടെ സാമൂഹ്യ മാധ്യമത്തിൽ എഴുതിയ പോലെ ഒരു ക്വയറ്റ് ഡിറ്റർമിനേഷൻ, എല്ലാവർക്കും ആത്മവിശ്വാസം നല്ലോണം കൂടിയിട്ടുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം. ഞാൻ കണ്ടിരിക്കുന്നത് സൗഹാർദ്ദവും ഇതിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ച് ജയിക്കണം എന്നൊരു എല്ലാവരും മനസ്സിലൊരു ശക്തമായൊരു വിശ്വാസം. അപ്പോൾ ഒരു ക്വയറ്റ് ഡിറ്റർമിനേഷൻ, ഇതിൽ നമ്മൾ മുന്നോട്ട് പോകും, നമ്മൾ ജയിക്കും. അതാണ് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. പാർട്ടി എൻ്റെ ഒപ്പം എപ്പോഴും നിൽക്കണമെന്ന് തന്നെ എൻ്റെ വിശ്വാസമായിരുന്നു. അപ്പോൾ എന്താ ബുദ്ധിമുട്ട്? ഞാൻ പാർട്ടി ലൈൻ വിട്ടു എന്ന് ആരാ പറഞ്ഞിരിക്കുന്നതാണ് ചോദ്യം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഏത് വിഷയത്തിലും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ കൂടി ചില ബേസിക് വിഷയങ്ങളുടെ ഇടയിൽ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, പാർട്ടിയും ഞാനും ഓരോരോ വിഷയങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഭൂരിപക്ഷം വിഷയങ്ങളിൽ എപ്പോഴും ഒന്നെ ആയിരുന്നു. ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, പാർലമെൻറ്റിലെ എൻ്റെ പ്രസംഗങ്ങളൊക്കെ നോക്കിക്കോളൂ, ഞാൻ മന്ത്രിമാരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നോക്കിക്കോളൂ. ഇതെല്ലാറ്റിലും ഒരു ക്ലിയർ ലൈനുണ്ട്. ഇതിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ ആവശ്യമില്ല. ഞാൻ ചില കാര്യങ്ങൾ വെളിയിൽ പറയണതോ എഴുതുന്നതിനെക്കുറിച്ച് നമ്മുടെ മാധ്യമക്കാർ വിവാദം ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ ആ ഹെഡ്ലൈന് മാത്രം നോക്കിയിട്ട് ചിലർ കോമെൻ്റ് അടിക്കും. പക്ഷേ ഞാൻ അവർക്ക് ചൂണ്ടിക്കാണിക്കും, ഇതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ പൂർണ്ണമായി വായിച്ചിട്ടെന്ന് ചോദിച്ചാൽ ആരും പൂർണ്ണമായി വായിച്ചിട്ടില്ല. അപ്പോൾ വായിച്ച ശേഷം ആൾക്കാർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി ഇത് കുറച്ചൊക്കെ കൂടുതൽ ദൂരം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ആരുടെ മനസ്സിലും. നിങ്ങൾ കണ്ടില്ലേ, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നു, സംസാരിച്ചു, സ്നേഹബന്ധമാണ് എല്ലാവരും. ഒപ്പം കുറേ വർഷങ്ങളായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഞാൻ ഈ പാർട്ടിയിൽ 17 വർഷമായി ഇരുന്ന് സേവനം ചെയ്ത ശേഷം അങ്ങനെ പെട്ടെന്ന് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാനൊരു ആവശ്യമില്ല, തെറ്റിദ്ധാരണയ്ക്ക് ആവശ്യമില്ല. നമ്മുടെ പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഞാൻ ദേശീയ നേതൃത്വത്തിന് വേണ്ടി മത്സരിച്ചു, തോറ്റു, അതോടെ ആ കഥ കഴിഞ്ഞു. പക്ഷേ അതിൽ ഞാൻ വലിയൊരു പ്രോബ്ലം കാണുന്നില്ല. ഞാൻ മാത്രമല്ലല്ലോ, പാർട്ടിയുടെ ചരിത്രത്തിൽ പല തെരഞ്ഞെടുപ്പും നടന്നിട്ടുണ്ട്. പാർട്ടിയുടെ നേതൃത്വത്തിന് വേണ്ടിയിട്ട് പലവരും ജയിച്ചിട്ടും തോറ്റിട്ടുണ്ട്. അതുപോലെ ഞാനും ജയിച്ചു, മത്സരിച്ചു, തോറ്റു. ഇടയ്ക്ക് ചില പ്രസ്താവനകൾ നരേന്ദ്രമോദിയൊക്കെ പിന്തുണയ്ക്കുന്നത്. LK അദ്വാനിയുടെ വിഷയം ആർക്കാണ് പരാമർശം ചെയ്തിരിക്കണമെന്ന ചോദ്യം. കാരണം ഞാൻ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു 98 വയസ്സായ മനുഷ്യൻ്റെ പിറന്നാളും ഞാൻ മര്യാദ കാണിച്ചത് മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധിജി തന്നെ നിങ്ങൾ സ്വാമീഹ മാധ്യമത്തിൽ നോക്കിക്കോളൂ, എല്ലാ വർഷവും അദ്ദേഹത്തെ പിറന്നാൾ ഇതേപോലെ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്തതിൽ വലിയൊരു അത്ഭുതമൊന്നും കാണാൻ ആവശ്യമില്ല. നമ്മളുടെ സാംസ്കാരിക രീതി അങ്ങനെയാണ്, നമ്മളുടെ കൾച്ചർ അങ്ങനെയാണ്. ഒരു പ്രായമുള്ളൊരു വ്യക്തിയെ നമ്മൾ മര്യാദ പറയണം, ആ സ്നേഹം കാണിക്കണം, ആ ബഹുമാനം കാണിക്കണം. ആ സ്പിരിറ്റിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ആ ഒരേ ആഴ്ച എനിക്കറിയാം വേറെ വിവാദം ജനങ്ങൾ ഉണ്ടാക്കിയത് ഞാൻ മോദിയെ പ്രേസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിഞ്ഞു ഞാൻ ആ വേദി ഇരിക്കണ്ടായിരുന്നു, ആ സദസ്സിൽ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പ്രസംഗത്തെ കണ്ടു, അതിനെക്കുറിച്ച് 2 വാചകം എഴുതി എന്താ അദ്ദേഹം പറഞ്ഞതെന്ന്. ഞാൻ എവിടെയാണ് അദ്ദേഹത്തിനെ പോർത്തിയത്, എവിടെയാണ് അതിലൊരു പ്രൈസ് കൊടുത്തത് ഞാൻ തന്നെ ആൾക്കാരോട് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ. മാധ്യമക്കാരെ എൻ്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒന്നുമില്ലയെന്ന്. പക്ഷേ എല്ലാവരും ഒരു ഹെഡ്ലൈൻ മാത്രം കണ്ടിട്ടാണ് നിങ്ങളുടെ കോമെൻ്റ് അടിക്കുന്നത്. അതോടെ വലിയ വിവാദമായ ആൾക്കാർ മനസ്സ് മാറും. ഞാൻ എഴുതിയ കാര്യങ്ങളോ ഞാൻ പറഞ്ഞ കാര്യങ്ങളോ ശ്രദ്ധ വെച്ച് കേട്ട് അതിൻ്റെ ഒറിജിനൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഈ വിവാദങ്ങളുടെ ആവശ്യമുണ്ടാവില്ല. അത് ഒരു സംശയവുമില്ല, കോൺസൾട്ടേഷൻ ഉണ്ടാവുന്ന ആ വാക്ക് എന്നോട് പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. പക്ഷേ സ്ക്രീനിങ് കമ്മിറ്റിക്ക് ഒരു പ്രത്യേക റോളുണ്ട്. നമ്മൾ കേരളത്തിൻ്റെ പാർട്ടി സ്ട്രക്ചറിൻ്റെ അകത്ത് ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിൽ ഞങ്ങൾ ഉറപ്പമായിട്ട് തമ്മിൽ സംസാരിക്കും. ഞാൻ ഇവിടുത്തെ എല്ലാ നേതാക്കളുടെ ഒപ്പം നല്ല ബന്ധം സ്ഥാപിച്ചിട്ടാണ്. സ്ഥാപിക്കാൻ പറഞ്ഞാൽ എപ്പോഴും ഉണ്ടായിരുന്ന ബന്ധങ്ങളാണ്. പക്ഷെ നന്നായി സംസാരിച്ചിട്ടും അവർ നല്ല സംസാരം കേട്ടിട്ടും ഞാൻ ഇറങ്ങുന്നത്. ഇല്ല, എനിക്ക് തോന്നുന്നു ഇത് ഓരോരു വ്യക്തിയുടെ ഇഷ്ടപ്രകാരമായിരിക്കും. പക്ഷെ ചില ഒരു നോംസ് അഥവാ പാർട്ടി തീരുമാനിച്ചാൽ ആ നോംസ് പാലിക്കണം. അഥവാ പാർട്ടി തീരുമാനിച്ചിട്ട് ഏത് MP മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കട്ടെ. അഥവാ പാർട്ടി തീരുമാനിച്ചു MP മാർക്കും അഥവാ ഒരു താല്പര്യമുണ്ടെങ്കിൽ അതിനു വേണ്ടി ഒഴുക്കുക. നമ്മൾക്കറിയാം 2-3 MP നല്ല താല്പര്യമുണ്ട് മത്സരിക്കണമെന്ന്. ഞാൻ പേഴ്സണലി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല.
ഈ പ്രചരണത്തിൽ ഞാൻ എന്തായാലും ഇറങ്ങും. അതിനാണ് ഞാൻ എപ്പോഴും ചെയ്യാൻ തയ്യാറ്. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള താല്പര്യം, സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് അല്ല, മാധ്യമക്കാര് അവർ ജോലി ചെയ്യുക തന്നെയാണ്. ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല. ഞാൻ വലിയൊരു വിശ്വാസിയാണ് മാധ്യമ ഫ്രീഡം ഓഫ് ദി പ്രസ്സിൽ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, മാധ്യമക്കാർ ഒരു 1000 വാക്കുകളുടെ ഒരു ആർട്ടിക്കിളിനെ എടുത്തിട്ട് അതിനെ ഒരു വാചകമായിട്ട് സമറൈസ് ചെയ്യുമ്പോൾ പല ന്യൂവാൻസും ഡീറ്റെയിലും അർത്ഥം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷെ മറ്റേവരെയാണ് ഞാൻ കുറ്റം പറയുന്നത്. അവർ നിങ്ങളുടെ ഹെഡ്ലൈൻ മാത്രം വായിച്ചിട്ടാണ് അവർ കോമൻറ്റ് അടിക്കുന്നത്. ഞാൻ എഴുതിയത് വായിച്ചിട്ടില്ല. അതാണ് എൻ്റെ പ്രശ്നം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.